കേസം ഈദ് ആഘോഷിക്കാൻ വേണ്ടി ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മണിയായിട്ടുണ്ട്. ഇതിപ്പോൾ 3 മണിക്കൂറിന് ഒരു ഉറക്കമില്ലാതെ ഞാൻ ജിമ്മിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 20 മിനിറ്റ് ഞാൻ സ്വിമ്മിങ്ങിനും പോകണം. എന്ത് കോപ്പി ചെയ്യാനാണ് പോയിട്ട് നടന്നോണ്ടിരിക്കുകയാണ്. എന്റെ പോയിട്ട് ഇങ്ങനെ തന്നെ ആഘോഷിക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമുണ്ട്. ഏകദേശം 2 എക്സസൈസ് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ജിമ്മിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വേദനിക്കുന്ന മനസ്സുമായിട്ടാണ് ഞാൻ പുറത്തിറങ്ങി വരുന്നത്. ഇത് ഞാൻ ബെറ്റർ ആക്കും, സത്യം വിശ്വസിക്ക്. അപ്പൊ എന്തായാലും ഇവിടുന്ന് ഇനി നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോകാം. അവിടെ ചെന്ന് വെള്ളത്തിൽ കുറച്ച് ഉറങ്ങി കഴിയുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ആശ്വാസമാകും. അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം. എന്റെ ഈ കമ്മൽ ഊരിപ്പോയി, കോപ്പ് ഊരിയല്ല ഒടിഞ്ഞു പോയി. നോക്കി നീതായതാണോ? ഇതപ്പോ എന്തായാലും വേറെ ഇയറിങ് തപ്പേണ്ടി വരും, അല്ലെങ്കിൽ ഊട്ട അടഞ്ഞു പോകും. അത് തലവേദനയായിരിക്കും. വെള്ളം ചൂടാണോ തണുപ്പാണോ എന്നുള്ള ഗെയിം കളിക്കും. ഒരു ചൂട് വെള്ളമാണ്. ബൂക്കില് മറ്റേ പ്ലഗ് ചെയ്ത സാധനം എടുത്തില്ല, വെറുതെ ബൂക്കി വെള്ളം കയറും. ഈ ലോസ് പ്ലഗ് ഇല്ലാതെ എനിക്ക് നീന്താൻ പറ്റും, പക്ഷേ താല്പര്യം ഇല്ലാത്തതുകൊണ്ട്. ഇതാകുമ്പോൾ എനിക്ക് തലകുത്തി പറയുകയൊക്കെ ചെയ്യണം. കിടിലായിരുന്നല്ലേ തണുത്ത വെള്ളമായിരുന്നെങ്കിൽ. കഴിച്ച് ഞാൻ വെള്ളത്തിൽ കിടന്ന് ഇറങ്ങാൻ അല്ലല്ല നല്ലതായിട്ട് സ്വിമ്മിങ് ചെയ്യുന്ന ഇടയ്ക്ക് ഒരു ചേട്ടൻ പറഞ്ഞ് കടലിൽ പോയി ഇരുന്നതാണ്. അപ്പൊ അടുത്ത ഞായറാഴ്ച കടലിൽ പോയി ഇരുന്നത്. മാതാശ്രീ ഞാൻ വന്നു. എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം? എന്ത് സ്പെഷ്യൽ അമ്മ ഉണ്ടാക്കിയതാണ്. അയ്യോ, അമ്മ രാവിലെ ഉണ്ടാക്കുക ആഹാരമൊക്കെ ഉണ്ടാക്കുക. ഇതെന്താണ് അമ്മ ഉണ്ടാക്കിയതാണ്? ഞാൻ കഴിക്കട്ടെ. ഇവര് രാവിലെ കിടന്നുറങ്ങുമല്ലോ, ഇവര് ഒറ്റക്കിരുന്ന് തിന്നുന്നത്. ഈ പായസത്തിന്റെ ടേസ്റ്റ് ഞാൻ പറയാൻ പറ്റും കേട്ടോ. അപ്പം ഓൾറെഡി ഞാൻ കുടിച്ച്, ഒന്നുകൂടി കുടിച്ചിട്ട് ഞാൻ പറയാം എങ്ങനെയാണ്. ചുമ്മാറേ അല്ലേ ഉള്ള 1 മണിക്ക് വേറൊരാളും വിളിച്ചിട്ടുണ്ട് ഇതിന്റെ ഫംഗ്ഷന് വേണ്ടി. അപ്പൊ അതിനും പോകേണ്ടി വരും. എന്തായാലും ഇപ്പം ഞാൻ കുറച്ച് കിടന്നുറങ്ങട്ടെ. ഞാൻ രാവിലെ ഉറങ്ങിയിട്ടില്ല. ഞാൻ പഴയ ഇയറിംഗ് എടുത്തിട്ട് കേട്ടോ. റെക്കോർഡ് ചെയ്യാൻ പറ്റും ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറയാം. ആദ്യമായിട്ടാണ് ഒരു ഇതിന്റെ ഫംഗ്ഷന് ഞാൻ പോകുന്നത്. സത്യം പറഞ്ഞു, ഞാൻ മോസ്റ്റ്ലി എപ്പോഴും ആർമി കിടന്ന് ഇറങ്ങിയോണ്ട് അച്ഛനുമായിട്ട് എനിക്ക് മിക്ക കാര്യത്തിൽ ഇവിടുന്ന് വരാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇപ്പൊ ഉറങ്ങി എഴുന്നേറ്റേ ഉള്ളൂ, അതുകൊണ്ട് മോൻ വീർത്തിരിക്കുക. രാത്രി ഉറങ്ങാൻ രാവിലെ എപ്പോഴൊക്കെ ഉറങ്ങും അപ്പോഴെല്ലാം എന്തോ കണക്കാണ് മൂഡ്. ഫുഡ് കഴിച്ചായിരുന്നു? കഴിച്ചോ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാൻ ഇവിടുന്ന്. ഈദ് ആഘോഷിക്കാൻ വേണ്ടി ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മണിയായിട്ടുണ്ട്. അപ്പൊ ലൊക്കേഷൻ നമ്മൾ എത്തിയിട്ടുണ്ട്. വേണ്ടി ഗിഫ്റ്റ് നല്ല ചൂടുണ്ട്, നല്ല ചൂടുള്ള ഗിഫ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലേ. യജമാ കൂട്ടുകാരനായിട്ട് ഇന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഫുഡൊക്കെ ഇടുക നല്ലതായിരുന്നു. കൂട്ടുകാരൻ ഇവിടെ നടന്നു പോകുന്നു. ഫുഡൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഇനി പിന്നെയും ഒരു ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോവാണ്. ഈ പുള്ളി ആംസ്റ്റർഡാമിലോട്ട് ചാടാൻ പോവുകയാണ്. ആംസ്റ്റർഡാമിലോട്ട് ടൂറിന് പോകാൻ പോകുക. അപ്പൊ അതിന് വേണ്ടിയുള്ള ഡ്രസ്സായിരുന്നു കുറച്ച് ദിവസമായിട്ട് മേടിച്ചിട്ടുള്ളത്. മേടിച്ച് ഏകദേശം സെറ്റാന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഒറ്റയടിക്ക് അവിടെ ഒടുക്കാൻ തണുപ്പാണ്, അതുകൊണ്ട് ഒരു ജാക്കറ്റും കൂടി വേണം. തൽക്കാലം ജാക്കറ്റ് ഇല്ല, ഒരു തെർമലൊക്കെ മേടിക്കാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഈ പട്ടി വീലത്ത് എവിടെയാണ് കേരളത്തിൽ തെർമൽ കിട്ടുന്ന അറിയില്ല. അത് നോക്കാൻ വേണ്ടി പോവാ. തെർമല ജാക്കറ്റ് വല്ലതും സജസ്റ്റ് ചെയ്യാറുണ്ട്? ആലപ്പുഴയിൽ തെർമലിട്ടോന്ന് പറയാം. കൊച്ചിയിലായിരുന്നു ഡെക്കത്ലോണിൽ പോകാൻ. അപ്പൊ അവസാനം നമ്മൾ സ്റ്റുഡിയോ വന്നിട്ട് തെർമൽ കിട്ടുമെന്ന് പറഞ്ഞു. പറയേണ്ട ആവശ്യം വന്നില്ല, ഇവിടെ തെർമലൊന്നും ഇല്ല. അവളെ പിന്നെ സ്റ്റുഡിയോയുടെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. തെർമൽ ഇല്ലെന്ന് പറഞ്ഞായിരുന്നു, ജാക്കറ്റ് ചോദിച്ചില്ല. പിന്നെ കയറും. ജാക്കറ്റ് കിട്ടി കേട്ടോ. ആംസ്റ്റർഡാമിൽ ഇതൊക്കെ പിടിച്ച് കിട്ടണൊക്കെ. ചിലപ്പോൾ നമ്മൾ റിലാക്സ് എത്തിയിട്ടുണ്ട്. ഇവിടെ ജാക്കറ്റ് തെർമൽ ഉണ്ടാ നോക്കിട്ട് വരാം. സത്യം നീ ബ്ലോഗ് എടുക്കില്ല, നീ എപ്പോഴൊക്കെ പറയുന്നുണ്ട് അപ്പോഴൊക്കെ നമുക്കൊന്നും കിട്ടാതെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് കിട്ടുന്ന പ്രതീക്ഷ അകത്തോട്ട് പോവാം. ജാക്കറ്റ് ഒന്നും കാണുന്നില്ല കേട്ടോ. ഏത് ഇവിടെയും കിട്ടിയില്ല കേട്ടോ. ഇത് അവസാനത്തെ പറിച്ചത് കേട്ടോ. ഇവിടെ വെച്ചൊന്നും കിട്ടിയില്ലെങ്കിൽ ആംസ്റ്റർഡാമിൽ തുണിയില്ലാവട്ടെ, അത്രേ ഉള്ളൂ. കയറുന്നതിന് മുമ്പ് തന്നെ മനസ്സിലായി അവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഗൈസ് അപ്പം തെർമൽ കിട്ടിയില്ല കേട്ടോ. തെർമലൊന്നും കിട്ടിയില്ല. എന്തായാലും ഇനി കുറച്ച് വില കുറഞ്ഞാണ് നോക്കുന്നത്, പക്ഷെ ഇതൊന്നും കിട്ടാനില്ല. ആലപ്പുഴ ഒന്നും കിട്ടത്തില്ല, എറണാകുളം പോകേണ്ടി വരും. അപ്പൊ എന്തായാലും ഇന്നത്തേക്ക് നിർത്തുമെന്ന് വെച്ചിരിക്കും. അമ്മ എവിടെയാണമ്മ? ഞാൻ ഇതിന്റെ ഫുഡും എല്ലാം കഴിച്ചുകൊണ്ട് വീട്ടിലെത്തി. ആംസ്റ്റർഡാമിൽ പോകുന്നു, പുറത്ത് പോകുന്നു. അവിടെ തണുപ്പ്. അപ്പൊ അതിനുവേണ്ടി തെർമൽ വേണോ? കോട്ടില്ല വേണ്ടി. ആ കൂട്ടിനെക്കാട്ടും കുറച്ചൊരു കട്ടി വേണം. അതിന് കട്ടി കുറവാണ്. അതിന് തണുപ്പ് ചൂട് നിൽക്കത്തില്ല. ആ കറുത്ത കോട്ടല്ലേ, അതിന് ചൂട് നിൽക്കത്തില്ല. അത് ഒരു ഈദിന്റെ ഫംഗ്ഷന് വിളിച്ച, പെരുന്നാളിന്റെ ഫുഡിന് വേണ്ടി വിളിച്ചാണ് കൂട്ടുകാർ. അതിന് ഹോസ്പിറ്റലിൽ ഇന്നലെ അല്ലേ പോയ? ഇന്നും ഉണ്ടായിരുന്നു. ഇന്നും പോയായിരുന്നു, ഞാൻ അറിഞ്ഞില്ലല്ലേ. അവിടെ ചിക്കൻ ബിരിയാണിയും ബീഫ്. അവളുടെ നിശ്ചയത്തിന് ആരുടെ കഴിച്ച എന്റെ കസിന്റെ നിശ്ചയമാ. അപ്പൊ ഞാനവിടെ ചെല്ലണമെന്നാണ്.
സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നീ അല്ലേ ഇൻവെസ്റ്റിഗേഷൻ വണ്ടി ഓടിക്കാൻ മേലാത്തോണ്ട് നിന്നെ ഓ അതുകൊണ്ടാണല്ലേ ഓ അതിന് വിലയില്ല കൊള്ളാം അത് ഞാൻ വരാം വണ്ടി ഓടിക്കാൻ മേലാത്തോണ്ട് ഞാൻ വിളിക്കും. ആണോ വണ്ടി ശരി ഓടിച്ചു ശരി ഞാൻ കഴിയുമ്പോൾ വരാം വൈകുന്നേരത്തിൽ ആഹാരം ഉണ്ടാക്കാൻ പറ്റിയ ആ നല്ലേലും ഉണ്ടാക്കുന്ന കണക്ക് ഒടുക്കത്തെ ബിസി സ്കെഡ്യൂൾ ആണല്ലോ മറ്റേ ചെരുപ്പ് തന്നെ ആ മേടുന്നത് ദൈവമേ ഒരു വള്ളിച്ചെരുപ്പ് ഇട്ട ആൾക്കാരൊക്കെ പിടിക്കത്തില്ല ക്രോക്സിനുണ്ട് കല്യാണ പെണ്ണ് വല്ലതും പറയുന്നില്ല പക്ഷെ അങ്ങനെയൊന്നും പറയാം ഫീസൊക്കെ അടിച്ചിട്ട് കാര്യമില്ല കുറച്ച് ദിവസമേ ഉള്ളൂ എന്താണ് ക്യാമറ കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാരെ കിളി പോയിരിക്കുന്നത് സെറ്റാക്കണോ കളറാക്കണം വേറെ കല്യാണം സ്വന്തം കല്യാണമല്ലേ പറയലേണ്ടത് വേറെ കല്യാണം ഒടുക്കത്തെ വർക്കാണ് അതാണ് ഇങ്ങനെ ടയർഡ് ആയിട്ടിരിക്കുന്നത് കഠിനമായ പ്രയത്നമാണ് കല്യാണത്തിന് വേണ്ടിയില്ല ഇലക്ഷൻ വർക്കില്ല എത്രാം തീയതിയാണെന്നൊക്കെ ഒന്ന് പറ ആൾക്കാർ മെയ് 23 സ്ഥലമൊന്നും പറയാം ചിലപ്പോൾ വേറെ കുറേ ആൾക്കാരൊക്കെ വരും നിങ്ങളൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾ വരണം കസിൻ്റെ മാരേജ് ഫംഗ്ഷൻ കഴിഞ്ഞ് അമ്മയായിട്ട് തുണി മേടിക്കാൻ പോകുമായിരുന്നു തുണി ഞാൻ ഇന്നലെ പറഞ്ഞില്ല അമ്മയായിട്ട് പോയി നോക്കാമെന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് തയ്പ്പിച്ച് തുണി കൊടുക്കാണെന്ന് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഒരു കസ്റ്റമറിന്റെ വീടിന് മുമ്പിൽ പോസ്റ്റഡി ആടേ പോസ്റ്റഡി എന്നാലും നോക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ടൗണിലോട്ട് പോകാം അമ്മ വന്നിട്ട് നമുക്ക് പോവാം ഡ്രസ്സൊന്നും കിട്ടിയില്ല എനിക്ക് ഏതിപ്പം എനിക്ക് ഡ്രസ്സ് ടൈറ്റ് ആണ് കാല് പൊങ്ങുന്നില്ല അതാ അമ്മ എന്ത് പറയുന്നു പറയുന്നില്ലേ എനിക്ക് കുറച്ച് വലിയ സാധനം വേണം ചെയ്യാൻ ചിലപ്പം നമ്മൾ കുറച്ച് കൃഷ്ണന്റെ ശില്പം മേടിക്കാൻ വന്നിരിക്കും അമ്മ നോക്കി വരണം മേടിക്കുക മേടിക്കും മതി ആ കൃഷ്ണൻ കുഴപ്പമില്ല ആറ്റത്തേക്കുന്നു അതാണോ വേണ്ട ആ നല്ല എനിക്ക് മോഹമ്മച്ച് മറ്റേ ആളെ ഇഷ്ടം പക്ഷെ അത് കളറില്ലല്ലോ അത് കുഴപ്പമില്ല നല്ല കാണുന്നുണ്ട് കൃഷ്ണനെ മേടിച്ചിട്ട് അമ്മ എടുത്തോണ്ട് വരുമോ 270 നമ്മൾ മേടിച്ചുള്ളവർ എനിക്ക് എന്റെ മുടി ഇങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ലുക്ക് ആവാന് മുടി വെട്ടണമെന്ന് എനിക്കിപ്പോ പെട്ടെന്നില്ല വെട്ടണ്ടെന്നാ പക്ഷെ വെട്ടണ്ടെന്നാണ് വെട്ടണ്ടെന്നാ അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന പല ജെല്ല എന്തെങ്കിലും ഇട്ട് കുറച്ചൊരു ഗ്ലോസിയും കുറച്ച് ഡ്രൈ ആവാത്ത രീതിയിലായിരുന്നെങ്കിൽ ഇല്ല മുടി കാണാൻ രസമായിരിക്കും എന്തായാലും അത് നമുക്ക് നോക്കണം കേട്ടോ അതെങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് നോക്കണം പക്ഷെ ഇപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് ടേക്ക് കെയർ പീസ്